ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ടോപ്പിക് റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോവി ഈവനിങ് എന്നുള്ള പോയമാണ്. ഫ്രോസ്റ്റ് ഒരു പോപ്പുലർ അമേരിക്കൻ പോയറ്റാണ്. ഒരു റൊമാൻറ്റിക് ഐഡിയാസാണ് ഇവരുടെ എല്ലാ പോയത്തിലും കൂടുതലും കാണാൻ പറ്റുക. അപ്പോൾ പോയത്തിലേക്ക് ഒന്ന് കടക്കാം. സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോവി ഈവനിങ്. ടൈറ്റിൽ മീനിങ് എന്താണ്? സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നിർത്തുക. എവിടെ നിർത്തുന്നത്? വുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കാട്. അപ്പോൾ ഒരു കാട്ടിൽ ഇങ്ങനെ അവർ യാത്ര ചെയ്തിട്ടിരിക്കുന്ന സമയത്ത്, ഒരു ട്രാവലർ യാത്ര ചെയ്യുന്ന സമയത്ത് കാട്ടിൽ നിർത്തിയ ഒരു കാര്യമാണ് പറയുന്നത്. എന്നാൽ സാഹചര്യം എങ്ങനെയുണ്ടായിരുന്നു? ഓൺ എ സ്നോവി ഈവനിങ്, മഞ്ഞ് പെയ്യുന്ന ഒരു സന്ധ്യാസമയം. അപ്പോൾ ഈ പോയത്തിൽ ഒരു ട്രാവലറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു യാത്രക്കാരൻ സഞ്ചരിക്കുന്ന സമയത്ത് കാട്ടിൽ കൂടെ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തി. എന്തുകൊണ്ടാണ് നിർത്തിയതെന്ന് ചോദിച്ചാൽ, മഞ്ഞ് പെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങോട്ട് സന്തോഷം കൊടുത്തു. അപ്പോൾ മഞ്ഞ് പെയ്യുന്നത് കാണാൻ വേണ്ടി, ആ മഞ്ഞ് കവർ ചെയ്തിരിക്കുന്ന ഭംഗിയായ കാടിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇപ്പം നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ, ആ യാത്രക്കാരൻ്റെ മനസ്സിലുള്ള ആ ഒരു കണ്ടീഷനെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, പോയത്തിലേക്ക് പോവാം. ഹൂസ് വുഡ്സ് ദീസ് ആർ? ഐ തിങ്ക് ഐ നോ. ആരുടെ കാടാണ് ഇത്? എനിക്ക് തോന്നുന്നു എനിക്ക് അറിയാമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വരിയിൽ തന്നെ മനസ്സിലാക്കാം, ഇത് ഇദ്ദേഹത്തിൻ്റെ, ഈ യാത്രക്കാരൻ്റെ കാടല്ല എന്നുള്ളത്. അപ്പോൾ പോകുന്ന വഴി അങ്ങനെ ഭംഗി കണ്ടപ്പം നിന്നു. ഹിസ് ഹൗസ് ഈസ് ഇൻ ദ വില്ലേജ് ദോ ഹി വിൽ നോട്ട് സീ മീ സ്റ്റോപ്പിംഗ് ഹിയർ ടു വാച്ച് ഹിസ് വുഡ്സ് ഫിൽ അപ്പ് വിത്ത് സ്നോ. അപ്പോൾ ഇതിൻ്റെ ഓണർ വേറൊരു വ്യക്തിയാണെന്നുള്ളത് അറിയാലോ. പക്ഷേ ഈ യാത്രക്കാരനറിയാം, ഞാനിവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഓണർ ആരാണോ അദ്ദേഹത്തിന് അറിയില്ല ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിവിടെ അദ്ദേഹത്തിൻ്റെ കാടിൻ്റെ ഭംഗി, മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കാടിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിൽക്കുകയാണെന്നുള്ള കാര്യം അദ്ദേഹം അറിയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസായി പറയുന്നത്, ഒരു യാത്രക്കാരൻ കാടിലൂടെ പോകുമ്പോൾ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്ന ഭംഗി കണ്ടിട്ട് ഒരു മിനിറ്റ് കണ്ടിരിക്കാൻ വേണ്ടി നിർത്തി. ആ സീൻ കാണുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് അറിയുന്നുണ്ട് അത് വേറൊരാളുടെ കാടാണെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ, ആ ഓണറിൻ്റെ വീടും ആ ഗ്രാമത്തിൽ തന്നെ അടുത്തെവിടെയോ ആണ്, ആ കാട്ടിൻ്റെ അടുത്തെവിടെയോ ആണ്. അപ്പോൾ ആ ഒരു ഐഡിയ തന്നെയാണ് ഇതിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. മൈ ലിറ്റിൽ ഹൗസ് മസ്റ്റ് തിങ്ക് ഇറ്റ് ക്യൂർ ടു സ്റ്റോപ്പ് വിത്തൗട്ട് എ ഫാം ഹൗസ് നിയർ. അപ്പോൾ യാത്രക്കാരൻ ഏതിലാണ് യാത്ര ചെയ്തിരിക്കുന്നത്? ഒരു കുതിരവണ്ടിയിലാണ്. അപ്പോൾ യൂറോപ്പിലൊക്കെ നമ്മൾ മിക്ക സ്ഥലവും നോക്കി വെച്ചാൽ ക്യാബ് എന്നുവിടെ ഉദ്ദേശിക്കുന്നത് ആനിമൽസാണ് അതിൽ മെയിൻ വലിച്ചുകൊണ്ട് പോകുന്നത്. അത് പറഞ്ഞാൽ യൂറോപ്പിലൊക്കെ സൈറ്റ് സീയിങ്ങിന് ബെസ്റ്റ് വന്നിട്ട് കുതിരവണ്ടിയാണ്. ഇപ്പോൾ പോലും ആ പഴമ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാവും എന്തായാലും കുതിരവണ്ടി അവിടെ എന്നും പോപ്പുലറാണ്. അപ്പോൾ ഇതിലത്തെ ട്രാവലറും അതെ, കുതിരവണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഓട്ടോവും ബൈക്കും ഒക്കെയാണ് വെച്ചാൽ പെട്രോൾ ഉണ്ടെങ്കിൽ എവിടെ എങ്ങനെ വേണമെങ്കിലും വഴി നല്ലതാണെങ്കിൽ കൊണ്ടുപോവാം. എന്നാൽ ഇവിടുത്തെ അവസ്ഥ എന്താ വെച്ചാൽ, ഒരു മൃഗമാണ്, വണ്ടി വലിക്കുന്ന ഒരു മൃഗമാണ്. ആ മൃഗത്തിൻ്റെ സൗകര്യം കൂടെ നോക്കിയിട്ട് വേണം ഒരു സ്ഥലത്ത് നിർത്താൻ. അപ്പം നമ്മൾ മൃഗങ്ങളെ കൊണ്ടാണ് പോകുന്നത് ഒരു സ്ഥലത്ത് പറഞ്ഞാൽ നമ്മുടെ സൗകര്യം മാത്രമല്ല, ആ മൃഗത്തിൻ്റെ സൗകര്യം കൂടെ നോക്കണം. പക്ഷേ ഇവിടുത്തെ അവസ്ഥ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഈ കുതിരയ്ക്ക് ഇപ്പോൾ സൗകര്യമില്ലാത്ത സ്ഥലത്താണ് ഈ ട്രാവലർ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതാ പറയുന്നത്, എൻ്റെ ഈ ചെറിയ കുതിരയ്ക്ക് തോന്നും എന്താ ഒരു ശരിയല്ലല്ലോ,
അതിന് കൺഫ്യൂഷൻ. കുതിരയ്ക്ക് വേണ്ട സ്ഥലം പോലും ഇല്ലാത്ത അവിടെയാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. എന്നാൽ ആ സ്ഥലം എങ്ങനെയാണെന്നാണ് പറയുന്നത്? ചുറ്റുപാട് ബിറ്റ്വീൻ ദ വുഡ്സ് ആൻഡ് ഫ്രോസൺ ലേക്ക്. ഈ കാട്ടിൽ എന്ന് പറഞ്ഞാൽ കാട്, അതായത് മഞ്ഞിൽ കുളിച്ചിരിക്കുന്ന കാടും തൊട്ടടുത്തൊരു ലേക്ക് മാത്രമാണ്. എന്നാൽ ലേക്കിൽ വെള്ളമാണോ കാണുന്നത്? അതും അല്ല, പകുതിയും കട്ട പിടിച്ചതാണ്. അതാണ് ഫ്രോസൺ എന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും മഞ്ഞ്, ഐസ് കട്ട, ഇങ്ങനെയൊക്കെ. അപ്പോൾ ചുറ്റും ഉള്ളത് നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്ക് പോലും നിർത്താൻ പറ്റിയ സ്ഥലമല്ല അത്. അതാണ് കുതിരയ്ക്ക് സൗകര്യമില്ലാത്തൊരു സ്ഥലം കൂടെയായിരുന്നു ഇപ്പോൾ ഈ യാത്രക്കാരൻ പ്രകൃതി കാണാൻ വേണ്ടി ഇരിക്കുന്നത്. എന്നാൽ സമയം എങ്ങനെയാണെന്നാ? ദ ഡാർക്കസ്റ്റ് ഈവനിങ് ഓഫ് ദ ഇയർ. ഇപ്പോൾ ഏത് സീസണിലാണ് ഇങ്ങനെ സ്നോഫോൾ? ഇതിപ്പോൾ നവംബർ, എന്തായാലും യൂറോപ്പിലൊക്കെ സ്നോഫാൾ തുടങ്ങിയിട്ടുണ്ടാവും. നമുക്കിവിടെ കാറ്റ് കാലം എന്ന് പറയുന്നത് ശരിക്കും വിൻ്റർ എന്ന് പറഞ്ഞാൽ സ്നോ ആണ്. അപ്പോൾ ഈ ഒരു സമയം പറയുന്നത് മഞ്ഞ് പെയ്തിരിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ യാത്രയ്ക്കൊന്നും അത്ര അനുകൂലമല്ല. അപ്പോൾ എവിടെ നോക്കിയാലും ഇരുട്ടാണ്. അതാണ് ദ ഡാർക്കസ്റ്റ് ഈവനിങ് ഓഫ് ദ ഇയർ. അപ്പോൾ ഈ ഒരു സ്റ്റാൻസായി പറയുന്നത് എൻ്റെ ചെറിയ കുതിരയ്ക്കും തോന്നുന്നത് ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിന് നിൽക്കാൻ സ്ഥലമില്ലാത്ത, ഇരിക്കാനും ഒന്നിനും പറ്റാത്തൊരു സ്ഥലത്തിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. ചുറ്റുപാട് എങ്ങനെയാ വെച്ചാൽ കാടും പിന്നെ ഒരു ലേക്ക് മാത്രമാണ്. അടുത്തത് നോക്കാം. ഹി ഗിവ്സ് ഹിസ് ഹാർനസ് ബെൽസ് എ ഷേക്ക് ടു ആസ്ക് ഇഫ് ദർ ഇസ് സം മിസ്റ്റേക്ക്. ഇനി ആ കുതിരയുടെ റിയാക്ഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലല്ലേ എങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ മണി അടിപ്പിക്കുകയാണത്. തല ഇങ്ങനെ ആടുമ്പോൾ അത് മണി അടിക്കുമല്ലോ, കഴുത്തിൽ മണി കെട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വണ്ടിയിൽ വന്നിട്ട് ഹോറൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ മണി അടിയാണ്. അത് ആ കുതിരയ്ക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. പെട്ടെന്നൊന്ന് കുലുങ്ങി. ഭാവം കണ്ടാൽ തോന്നും എന്തോ ചോദിക്കാനുണ്ടെന്ന്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണല്ലോ നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് നിൽക്കുന്നത്. ദ ഓൺലി അതർ സൗണ്ട് ഈസ് ദ സ്വീപ്പ് ഓഫ് ദ ഈസി വിൻഡ് ആൻഡ് ഡൗണി ഫ്ലേക്ക്. അപ്പോൾ ഈ സ്റ്റാൻസയിൽ പോയിട്ട് പറയുന്നത് ആകെ കൂടെ കേൾക്കുന്ന ഒച്ച എന്ന് പറയുന്നത് കുതിരയുടെ ഒരു സങ്കടം, ഒരു എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ അതിൻ്റെ ഒരു സങ്കടമായ ഈ ഒരു പ്രതികരണം. അത് പറഞ്ഞാൽ മണിയുടെ സൗണ്ട് മാത്രമാണ് കേൾക്കുന്നത്. വേറെ കേൾക്കാൻ പറ്റുന്ന സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? മഞ്ഞിൻ്റെ ശബ്ദം എന്നാണ് പറയുന്നത്, കാറ്റിൻ്റെ ശബ്ദം. ഈസി വിൻഡ് ആൻഡ് ഡൗണി ഫ്ലേക്ക്. മഞ്ഞിൻ്റെ കഷ്ണങ്ങൾ നിലത്തോട്ട് വീഴുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിലും പറയുന്നത് സാധാരണ ഒരു കാര്യമില്ലാണ്ട് ഈ സ്ഥലത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. എന്തോ കുഴപ്പമുണ്ടായിട്ട് നിന്ന് പോയതാണ്. ഇപ്പം നമ്മുടെ കാറ് എപ്പോഴാണ് നിന്ന് പോകുന്നത്? നമ്മൾ നിർത്താതെ കാർ നിൽക്കണമെങ്കിൽ പെട്രോൾ ഇല്ലാണ്ട്, അല്ലെങ്കിൽ കാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട്. അതുപോലത്തെ അവസ്ഥയാണ്. അല്ലെങ്കിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് നിന്ന് പോവില്ലല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത് നമുക്ക് അനുകൂലിക്കുന്ന ഒരു ക്ലൈമറ്റിലല്ല ഈ യാത്രക്കാരൻ യാത്ര പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാലും ഓർക്കണം, ഇതൊരു ചെറിയ യാത്ര മാത്രമായിരിക്കും. ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്. ഇപ്പോൾ ഈ യാത്രക്കാരന് ഈ സ്ഥലത്തുനിന്ന് മാറാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ മനസ്സില്ല. പക്ഷേ എത്ര നേരം ഇരിക്കാൻ പറ്റും? ഇനി കാടിൻ്റെ അവസ്ഥ പറയുകയാണ്. കാട് ഏറ്റവും ഭംഗിയുള്ളതാണ്, ഭയങ്കര ഇരുട്ടാണ്. എന്നാൽ കൂടുതൽ ആഴം എന്ന് ഉദ്ദേശിക്കുന്നത് ദൂരം ആവാം. ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രകൃതിക്ക് ഒരു അവസാനമില്ല, ഒരു എവിടെയാണ് നിൽക്കേണ്ടതെന്ന് ഒരു ലക്ഷ്യവും ഇല്ല. പ്രകൃതി ഭയങ്കര വിശാലമാണെന്നാണ് ഇൻഡയറക്റ്റായി പറയാൻ വരുന്നത്. ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. അപ്പോൾ പോയറ്റിന് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തുനിന്ന്
എവിടേക്കും പോകണമെന്ന് മനസ്സില്ല, പ്രകൃതി ഭംഗിയാണ് അത്രയും ആസ്വദിക്കുന്നത്. പക്ഷെ ഒരാളെ കൊണ്ട് എത്ര നേരമാണ് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാൻ പറ്റുക? ഉറങ്ങുന്നതിന് മുമ്പ് എത്രയോ ദൂരത്ത് പോകാനുള്ളതാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്മാർക്ക് മരണത്തിന് മുമ്പ് ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ കുറേ ഉണ്ടെന്നാണ്. അപ്പോൾ ഇതിൻ്റെ തീംസും സിംബോളിസവും എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.